ഇന്നത്തെ മാച്ചിൽ സ്റ്റാറായത് കോഹ്ലിയും ബട്ട്ലറുമാണ്. രണ്ടുപേരും സെഞ്ചുറി അടിച്ചു. പക്ഷേ കോഹ്ലിയുടെ സെഞ്ചുറി പാഴായി. RCB ഇന്ന് കളി ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ബട്ട്ലർ ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് കോഹ്ലി അവിടേക്ക് വന്നു. അപ്പോൾ തന്നെ സഞ്ജുവും അവിടെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം നടന്ന സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കോഹ്ലി മികച്ചൊരു കളിക്കാരനാണ്. അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. RCB കളി തോറ്റാലും കോഹ്ലി ഇന്ന് സെഞ്ചുറി അടിച്ചു. 113 റൺസാണ് കോഹ്ലി അടിച്ചു കൂട്ടിയത്. പക്ഷേ രാജസ്ഥാൻ ടീമിൽ ബട്ട്ലർ മികച്ച രീതിയിലാണ് ഇന്ന് കളിച്ചത്. ബട്ട്ലർ സെഞ്ചുറി അടിച്ചത് അതിവേഗത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ഈസി ആയിട്ട് കളി ജയിച്ചു. ബട്ട്ലർക്കൊപ്പം തന്നെ സഞ്ജുവും ഇന്ന് വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു. ഇന്ന് ബട്ട്ലർ ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് കോഹ്ലി അവിടേക്ക് വന്നത്. ശേഷം കോഹ്ലി ബട്ട്ലറെ കെട്ടിപ്പിടിച്ചു. ഉടനെ തന്നെ സഞ്ജു കോഹ്ലിയുമായിട്ട് സംസാരിച്ചു. സഞ്ജു കോഹ്ലിയെ ഇഗ്നോർ ചെയ്തില്ല. കോഹ്ലിയെ ഹഗ് ചെയ്യുന്നതാണ് കണ്ടത്. കോഹ്ലിയുടെ ബാറ്റിങ്ങിനെ പറ്റി സഞ്ജു പുകഴ്ത്തി പറഞ്ഞു. കോഹ്ലി മികച്ച കളിക്കാരനാണെന്ന് സഞ്ജുവിനറിയാം. കോഹ്ലി ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് സഞ്ജുവിനെ ഒരുപാട് സപ്പോർട്ട് കോഹ്ലി കൊടുത്തിട്ടുണ്ട്. അത് സഞ്ജുവിന് അങ്ങനെ മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കളി കഴിഞ്ഞ് ബട്ട്ലറും കോഹ്ലിയും സഞ്ജുവും കൂടി തോളിൽ കൈവച്ച് ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. സഞ്ജുവും ബട്ട്ലറും കോഹ്ലിയും നല്ലവരാണ്. ആരോടും തന്നെ പരാതിയില്ല. ഇന്നത്തെ മാച്ചിലെ വിജയശില്പികൾ അവർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒറ്റ ഫ്രെയിമിൽ നിന്നു. ഇത് കണ്ട് ആരാധകർക്കും സന്തോഷമായി. കോഹ്ലി വന്നപ്പോൾ സഞ്ജു ഓടി വന്ന് കോഹ്ലിയെ കെട്ടിപ്പിടിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. സഞ്ജുവിന് അത്രയ്ക്കും റെസ്പെക്റ്റ് കോഹ്ലിയോടുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും RCBക്കെതിരെ ഇന്ന് രാജസ്ഥാൻ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.